ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ SSLC ഇഗ്നൈറ്റ് വൺ ഷോട്ട് വീഡിയോ സീരീസിൽ 8th ചാപ്റ്റർ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ടാൻജൻസ്. എന്താണ് മലയാളത്തിൽ തൊടുവരകൾ എന്ന് പറയൂ കേട്ടോ. ഓക്കെ മക്കളെ, ക്രിസ്മസ് എക്സാമിനും ആൻഡ് ആനുവൽ എക്സാമിനും അല്ലെ ഫൈനൽ എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് ഈ മോർ വെയിറ്റേജോട് കൂടി വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്, നമ്മുടെ ടാൻജൻസ് ഓർ തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, വരാൻ ചാൻസ് എന്നല്ല, ഷുവർ ആയിട്ടും നമുക്ക് ഒരു എന്താ പറയാ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ ആണ്, മോർ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് എന്ത്, തൊടുവരകൾ അതല്ലെങ്കിൽ ടാൻജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ എന്ത് ചെയ്യാ, മോർ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ട് ഫുൾ മാർക്കും വാങ്ങിക്കുക എക്സാമിന്. ഓക്കെ, സോ മക്കളെ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. സോ അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, സോ മക്കളെ ഇതാ നോക്കുക, ടാൻജൻസ് ഓർ തൊടുവരകൾ അല്ലെ. നമുക്കറിയാം എന്താണ് ഒരു സർക്കിൾ അല്ലെ, എല്ലാവർക്കും എന്താ സർക്കിൾ വരയ്ക്കാൻ അറിയാം. ദാ മിസ്സിന്റെ സർക്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്, വൃത്തം. ഓക്കെ, ഇതേ മക്കളെ നോക്കുക, ഈ വൃത്തം സർക്കിളിന് എന്തുണ്ട്, ഒരു സെന്റർ ഉണ്ട് അല്ലെ. എന്തുണ്ട്, സെന്റർ ഉണ്ട്. ദെൻ നമ്മൾ നോക്കുക, ഈ സെന്ററിൽ കൂടെ, അതായത് സർക്കിളിന്റെ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന, രണ്ട് പോയിന്റ്സ് തമ്മിൽ സെന്ററിൽ കൂടെ ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈൻ ആണ് എന്ത്, ഡയമീറ്റർ എന്ന് പറയുന്നത്. അറിയാം അല്ലെ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിരിക്കുന്നതാണ്. സർക്കിളിന്റെ രണ്ട് പോയിന്റ്സ് തമ്മിൽ സെന്ററിൽ കൂടെ ജോയിൻ ചെയ്യുന്ന ലൈൻ ആണ് എന്ത്, ഡയമീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ദി ലെറ്റർ ഡി അല്ലെ, ഡി ആണ്. ദെൻ മക്കളെ നോക്കുക, സെന്ററിൽ നിന്നും ദാ സർക്കിളിന്റെ ഏത് ബിന്ദുവിലേക്കും വരച്ചിരിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ് മക്കളെ റേഡിയസ് അല്ലെ. എന്താണ് റേഡിയസ്, നമുക്കറിയാം. ആൻഡ് ദാറ്റ് ഈസ് ഡിനോട്ടഡ് ദി ലെറ്റർ ആർ അല്ലെ, സ്മോൾ ലെറ്റർ ആർ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇനി എന്താ മക്കളെ, ദാ നമുക്ക് ഈ സർക്കിളിന്റെ ഏതൊരു പോയിന്റിൽ നിന്നും നമുക്ക് ദാ ഇതിങ്ങനെ വരയ്ക്കാൻ സാധിക്കില്ലേ. അതായത് മിസ് ഇവിടെ വരയ്ക്കാം, ദാ ഇങ്ങനെ വരയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ലൈൻസ്. സോ ആ ലൈനിൽ നമ്മൾ ഒരു പേരിട്ട് വിളിച്ചു അല്ലെ. പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. എന്താണ് അതിന്റെ പേര്, കോഡ് അല്ലെ. കോഡ് മലയാളത്തിൽ ഞാണുകൾ എന്ന് പറയും. ഓക്കെ, ഡയമീറ്റർ വ്യാസം, റേഡിയസ് ആരം എന്ന് പറയും. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ ഇതൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഈ ചാപ്റ്ററിലേക്ക്. സോ നമ്മള് ഇതാ ഒരു സർക്കിളിൽ നിന്നും വരയ്ക്കുന്ന ലൈൻ നമ്മൾ എന്ത് പറയുന്നു, കോഡ് അല്ലെങ്കിൽ ഞാണുകൾ എന്ന് പറയുന്നു. ഓക്കെ, സോ ഇതൊക്കെ മനസ്സിൽ വെക്കുക. മിസ് ഇതാ ഇവിടെ വേറൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? സോ മക്കളെ AB എന്ന് പറയുന്ന ഡയമീറ്റർ കേട്ടോ, AB സെന്റർ ഉണ്ട് വൃത്തത്തിന്, നമുക്ക് O എന്ന് കൊടുക്കാം പേര്. സോ മക്കളെ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ എയും ബി എന്താണ്, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഓക്കെ, മിസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു, AB ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇനി ദാ ഈ ഇരിക്കുന്ന ബീനെ മിസ് കുറച്ചും കൂടെ ഒന്ന് എയുടെ അടുത്തേക്ക് വരയ്ക്കുകയാണ്, എയുടെ അടുത്തേക്ക് വരച്ചു. ഓക്കെ, ഇനി ഒന്നൂടെ ഒന്ന് അടുത്തേക്ക് ഇതാ വരയ്ക്കുക, പിന്നെ ഒന്നുകൂടെ ഒന്ന് അടുത്തേക്ക്. കണ്ടോ, ദാ അടുത്തടുത്തായി ഈ ബീനെയാണ് മിസ് ഇങ്ങനെ അടുത്തടുത്തായി വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഒന്നുകൂടെ ഒന്ന് അടുത്തേക്കായി വരച്ച് ഇങ്ങനെ വരും, ദാ ഇങ്ങനെ വരും അല്ലെ, ഇങ്ങനെ വരും, ദാ ഇങ്ങനെ വരും. ഓക്കെ അല്ലേ മക്കളെ? ദാ ഇങ്ങനെ ഈ ബീനെ നമ്മൾ അടുത്തടുത്തായി വരച്ച് ദാ ഇങ്ങനെ വരും അല്ലെ, ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലാ വന്നിരിക്കുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? ഇതിനകത്ത് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. സോ നമ്മൾ ഇതെങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരച്ചു. ആൻഡ് ദ ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസും ഇതാണ് എന്ത് മക്കളെ, ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ആ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത്, ടാൻജന്റ് എന്ന് പറയുന്നത്. എന്താണ് ടാൻജന്റ്? ഓക്കെ, വൃത്തത്തിന്റെ സെന്ററിൽ കൂടെയാണോ അത് പോകുന്നത്? അല്ല. ഓക്കെ, സോ ഇതാണ് എന്ത്, ടാൻജന്റ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ടാൻജന്റും ഈ വൃത്തത്തിന്റെ ഈ ഡയമീറ്ററും തമ്മിലുണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. എത്രയായിരിക്കും? 90 ഡിഗ്രി. ഓക്കെ,
സെറ്റ് അല്ലേ മക്കളെ? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താ ഇപ്പൊ മിസ് പറഞ്ഞു നിർത്തിയത്. എന്താണ്? ഈ ഡയമീറ്ററും നമ്മുടെ ഈ ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക, കണ്ടോ? മിസ് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. O is the center of the circle. O is the center of the circle. And Oയിൽ നിന്നും നമ്മളൊരു ഡിസ്റ്റൻസ് വരച്ചിട്ടുണ്ട് പിയിലേക്ക്. ആൻഡ് എയിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് പി, അതായത് AP എന്ന് പറയുന്ന ഒരു ടാൻജന്റ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഈ AP എന്ന് പറയുന്നത് വേറെ എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. ഒറ്റൊരു പോയിന്റിൽ കൂടെയാണ് ടച്ച് ചെയ്യുന്നത്. സോ അതെന്താണ്? AP is a ടാൻജന്റ് ആണ്. AP എന്ന് പറയുന്നത് എന്താണ്? ടാൻജന്റ് ആണ്. ഓക്കെ, തൊടുവരയാണ്. ഓക്കെ, സോ മക്കളെ ഇവിടെ കണ്ടോ, ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ്. ഓക്കെ, 90 ഡിഗ്രി ആണ്. ഇനി നോക്കുക, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണമാണ്. അങ്ങനെയാണെങ്കിൽ ഈ AP ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം? നമ്മള് വളരെ വ്യക്തമായി ട്രിഗ്നോമെട്രി അല്ലെ, നമ്മുടെ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലും പ്രീവിയസ് ക്ലാസ്സുകളിലും നമ്മൾ പഠിച്ചു തീർത്തതാണ്. എന്ത്? പൈതഗോറസ് തിയറം അല്ലെ? എന്ത് യൂസ് ചെയ്യണം? നമ്മൾ PT യൂസ് ചെയ്യണം അല്ലെ? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്താ ഈ ഒരു ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, എന്താണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് altitude square. Altitude square equal to root of hypotenuse square minus base square. Base square equal to root of hypotenuse square minus altitude square. ഓക്കെ, ഇതിൽ ഏതാണോ നമ്മൾക്ക് ആവശ്യമുള്ളത് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതുകൂടെ എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. ഈ ചാപ്റ്ററിൽ വേണ്ട കോൺസെപ്റ്റുകളാണ് മിസ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? മോർ ക്വസ്റ്റ്യൻസ് ചെയ്ത് ക്ലിയർ ആക്കാം ചാപ്റ്റർ. ഓക്കെ, സോ നോക്കാം മക്കളെ. ദെൻ ഇതിനകത്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്? കണ്ടോ, O is the center of the circle ആണ്. ദെൻ X എന്ന് പറയുന്ന ഒരു ആംഗിൾ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ദെൻ OB and OA is the radius of the circle. സർക്കിളിന്റെ റേഡിയസ് ആണ് എന്ത്? OAയും OBയും എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ബിയിൽ നിന്ന് ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് BP അല്ലെ? BP. ദെൻ എയിൽ നിന്ന് ടാൻജന്റ് വരച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് AP. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നേ? നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? OAPB എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ അവിടെ ഫോം ചെയ്തു. ഓക്കെ, OAPB എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ അവിടെ ഫോം ചെയ്തു. മലയാളത്തില് ചതുർഭുജം എന്ന് പറയും. ഓക്കെ, ചതുർഭുജം അവിടെ ഫോം ചെയ്തു. ആൻഡ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് സൈക്ലിക്. മലയാളത്തില് ചക്രീയം എന്ന് പറയുന്നു. ഓക്കെ, ക്വാഡ്രിലാറ്ററൽ എന്താണ്? സൈക്ലിക് ആണ്. സൈക്ലിക് ആന്ന് പറയാൻ കാരണം എന്താ മക്കളെ? സൈക്ലിക് ആന്ന് പറയാൻ കാരണം എന്താണ്? നോക്കുക, വൺ പെയർ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? 180 ഡിഗ്രി ആയിരിക്കും. എന്താണ്? വൺ പെയർ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആണെങ്കിൽ അതെന്താണ്? സൈക്ലിക് ആണ്. അതായത് നമുക്ക് എന്താണ് കണ്ടീഷൻ ആണ് പറയുന്നത്? സൈക്ലിക് ആവാനുള്ള കണ്ടീഷൻ. അതായത് സൈക്ലിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ OABP ആ ഒരു പോയിന്റ് ടച്ച് ചെയ്തിട്ട് എന്താ ഒരു സർക്കിൾ എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ എന്താ സൈക്ലിക് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റിലെ മക്കളെ ഈ കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഇതിൽ വേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സോ മക്കളെ ഓപ്പോസിറ്റ് പെയർ ആംഗിൾസ് എന്താണ്? 180 ഡിഗ്രി വരണം അല്ലെ? സോ ഇത് നോക്കുക, ഈ ഒരു ആംഗിൾ എന്താണ്? 90 ഡിഗ്രി. ഈ ഒരു ആംഗിൾ എന്താ മക്കളെ? 90 ഡിഗ്രി ആണ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ്. 90 ഡിഗ്രി ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് 90 ഡിഗ്രി. ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്നത് ഇത് എന്തായിരിക്കും? കോഡ്. എന്താണ്? കോഡ്. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? സോ അപ്പൊ ഇത് X ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഓപ്പോസിറ്റ് 180 ഡിഗ്രി അല്ലേ? 180 ഡിഗ്രി. സോ ഇത് എത്രയായിരിക്കും? 180
മൈനസ് എക്സ് എത്രയായിരിക്കും 180 മൈനസ് എക്സ് വരും. ഓക്കെ സെറ്റ് അല്ലേ ഈ കോൺസെപ്റ്റ്? ഓക്കെ സെറ്റ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോവാം. എന്താണ് അതാ നോക്കുക. റേഡിയസ് ഓഫ് സർക്കിൾ എത്ര വരണം? 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം, സർക്കിൾ വരയ്ക്കണം. എന്നിട്ട് എന്ത് വേണം? ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ നമ്മൾ ഫോം ചെയ്യിപ്പിക്കണം. എന്താണ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ? മക്കളെ ഇതില് നമുക്ക് കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്, ദെൻ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പ്ലസ് അതേപോലെയുള്ള കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. ഓക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ സെറ്റിലെ മക്കളെ. അപ്പൊ കൺസ്ട്രക്ഷനിലെ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ വൃത്തിയായിട്ട് മിസ് പറയുന്ന വരയ്ക്കാനുള്ള കാര്യങ്ങൾ ഒരു പേപ്പർ എടുത്ത് വരച്ച് തന്നെ പഠിക്കുക. ഓക്കെ വെറുതെ വായിച്ചു വിടണ പോലെ, തിയറി വായിച്ചു വിടണ പോലെ വരയ്ക്കാൻ കൺസ്ട്രക്ഷൻ്റെ ഇത് അങ്ങ് കണ്ടുവിട്ട് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. എന്ത് ചെയ്യുക? ഒരു പേപ്പർ എടുത്തിട്ട് മിസ് വരയ്ക്കുന്നതിന്റെ കൂടെ വരച്ച് പഠിക്കുക. ഓക്കെ സോ നോക്കുക. നമുക്ക് എന്താണ് ആദ്യം എന്ത് വേണം? കോൺസെപ്റ്റ് മിസ് പറയുന്നത് കേട്ടോ. പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ ഇതാ നോക്കുക. 3 റേഡിയസ് ഉള്ള ഒരു എന്ത് വരയ്ക്കണം? വൃത്തം, സർക്കിൾ വരയ്ക്കണം. സോ നോക്കുക. അതിനെന്ത് ചെയ്യുക? കോമ്പസ് എടുക്കുക, 3 സെന്റിമീറ്റർ എടുക്കുക, എന്ത് ചെയ്യുക? ഒരു വൃത്തം വരയ്ക്കുക. എന്നിട്ട് നമുക്ക് എന്ത് വേണം? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്യേണ്ടത്. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ പ്രത്യേകം നമുക്ക് എന്തറിയാം? ഓരോ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും അല്ലെ? നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി. ഓരോ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടണം അല്ലെ? ഈ ആംഗിൾ എങ്ങനെ കിട്ടും? നമുക്കറിയാം ടോട്ടൽ എത്രയാ? ടോട്ടൽ വൃത്തത്തിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ആണ് അല്ലെ? ടോട്ടൽ 360 ആണ് വരുന്നത്. സോ പെയർ ഓഫ് ആംഗിൾസ് എത്രയാണ്? 180 വരുന്നത്. സോ എന്ത് ചെയ്യാം? 180 മൈനസ് 60 ഡിഗ്രി ചെയ്യാം. സോ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 120 ഡിഗ്രി. ഓക്കെ സെറ്റ് അല്ലേ? സോ നമ്മുടെ ഈ ഓരോ ആംഗിൾസും എന്ത് വെച്ച് കിട്ടും? 120 ഡിഗ്രി വെച്ച് കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മക്കളെ. ഇത് വെച്ചിട്ട് ഒരുപാട് കോൺസെപ്റ്റുകൾ നമുക്ക് വരയ്ക്കാനായിട്ട് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ നമുക്ക് എത്ര കിട്ടും? 120 കിട്ടും. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇവിടെ 120 കിട്ടുകയാണ്. ഇനി ആ റേഡിയസിന്റെ എൻഡ് പോയിന്റ്സ്, ഈ റേഡിയസിന്റെ എൻഡ് പോയിന്റ്സ് നോക്കി നമ്മൾ എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക. എന്ത് ചെയ്യുക? ഓരോ എൻഡ് പോയിന്റ്സും തമ്മിൽ ലൈൻ വരയ്ക്കുക. ആ ലൈൻസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നതായിരിക്കും? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ സെറ്റ് അല്ലേ മക്കളെ? ഈ കോൺസെപ്റ്റുകൾ മനസ്സിൽ വെക്കുക. ഓക്കെ പ്രോബ്ലംസ് മിസ് ചെയ്യിപ്പിക്കാം. ഓക്കെ മിസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. ഇത് സെറ്റ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇത് പറഞ്ഞടാ. നോക്കുക. എന്താ 60, 40, 80 ഡിഗ്രി വെച്ചിട്ടാ വന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾസ് എത്രയായിരിക്കും? ടോട്ടൽ 180 അല്ലേ? സോ 180 മൈനസ് ഈ ഒരു ആംഗിൾ ആണെങ്കിൽ നമുക്ക് 80 ചെയ്യണം അല്ലെ? 180 മൈനസ് 80. സോ 100. ഈ ഒരു ആംഗിൾ നമ്മുടെ എത്രയായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ 40. അപ്പോ 180 മൈനസ് 40 ചെയ്യാ. സോ 140. ദെൻ ഇത് 180 മൈനസ് 60. സോ നമുക്ക് എന്ത് കിട്ടും? 120 കിട്ടും. ഓക്കെ സെറ്റ് അല്ലേ മക്കളെ? 120. ഈ ആംഗിൾ എത്ര വരും? 120. ഇനി സിമ്പിൾ അല്ലേ? 120 ആണ് നമ്മൾ പഠിച്ചു. ഓക്കെ 120, 140, 100. ഇനി എന്ത് ചെയ്യുക? ആ റേഡിയസിന്റെ എൻഡ് പോയിന്റ്സ് തമ്മിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? അത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്യുന്നതായിരിക്കും. ഓക്കെ സെറ്റ് അല്ലേ? ഇത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത ഒരു കാര്യമാണ് മിസ്സോട് പറയാൻ പോകുന്നത്. ഇതൊക്കെ മക്കളെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കാണുന്ന കോൺസെപ്റ്റുകളാണ്. പ്രോബ്ലംസ് നമ്മൾ ചെയ്യും, നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ മിസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. ഈ കോൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക്
എത്തിച്ചാൽ മാത്രമേ നമുക്ക് എന്താ പ്രോബ്ലംസും ചെയ്ത് പോവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് മിസ് എന്താ ഈ കോൺസെപ്റ്റ് ഫസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നേ. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, സോ മക്കളെ നോക്കുക, ദാ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യമാണ്. ദാ O എന്ന് പറയുന്നത് സെന്റർ ഓഫ് ദി സർക്കിൾ ആണ്. ദെൻ PB ഉണ്ട്, PA ഉണ്ട് അല്ലെ, PB ഉണ്ട്, PA ഉണ്ട്, ടാൻജൻസ്, 2 ടാൻജൻസ് ഉണ്ട്. ദാ ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയാം, പെക്യുലാരിറ്റി, ഇതിന്റെ ഒരു പെക്യുലാരിറ്റി പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, AP ഈക്വൽ ടു BP ആണെന്ന്. AP എന്താണ്, ഈക്വലന്റ് ടു BP. വെരി വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. ഒരു 4 മാർക്ക് വരെയും ക്വസ്റ്റ്യൻസ് വരാവുന്ന കോൺസെപ്റ്റ് ആണ്. ഓക്കെ, എന്താണ് AP ഈക്വൽ ടു BP, AP എന്താണ് ഈക്വൽ ടു BP ആണെന്ന്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, AP ഈക്വൽ ടു BP ആണ്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ APB, ട്രയാങ്കിൾ APBs എന്താണ്, ഐസോസിലസ് ആണ്. എന്താണ്, ഐസോസിലസ് ആണ്. ഓക്കെ, അല്ല ഐസോസിലസ് ട്രയാങ്കിൾ, അതായത് 2 സൈഡ്സ് എന്താണ്, ഈക്വലന്റ് ആണ്. ഓക്കെ, 2 സൈഡ്സ് എന്താണ്, ഈക്വൽ ആണ്. 2 സൈഡ്സ് ഈക്വൽ, 2 സൈഡ്സ് എന്താണെടാ, ഈക്വൽ ആണ്. സോ എന്താണ്, ഐസോസിലസ്, സമപാർശ്വം അല്ലെ, സമപാർശ്വ ത്രികോണം, സമപാർശ്യം, സമപാർശ്യം, സമപാർശ്വ ത്രികോണം. ഓക്കെ, എന്താണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, സെറ്റ് അല്ല മക്കളെ, മനസ്സിലായോ? അതായത് AP എന്താണ്, ഈക്വലന്റ് ടു BP ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, സമപാർശ്വ ത്രികോണമാണ്. ഈ കോൺസെപ്റ്റ് എന്ത് ചെയ്യുക, ഉള്ളിൽ വെക്കുക. ഓക്കെ, then അടുത്തതിലേക്ക് പോവാം. നോക്കുക, ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മക്കളെ. ഇതാ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. then എന്തുണ്ട്, ദാ P അല്ലെ, AP ഉണ്ട്, BP ഉണ്ട്. ഓക്കെ, then മക്കളെ ഒരു ആംഗിൾ X എന്ന് തന്നിട്ടുണ്ടടാ, ഒരു ആംഗിൾ X ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര മക്കളെ, വേഗം പറ. നമ്മള് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ വൃത്തിയായിട്ട് ലൈവും റെക്കോർഡിങ്ങും പഠിച്ചു തീർത്താണ് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ മിസ്സിന്റെ മക്കളൊക്കെ പറ, ഇത് എന്താണ്, ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും വരിക, X ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാടാ, വേഗം പറ, എത്രയായിരിക്കും, 2x അല്ലേ, എത്രയായിരിക്കും, 2x ആയിരിക്കും. അറിയാം അല്ലെ മിസ്സിന്റെ മക്കള്, എല്ലാരും സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചതാ. സോ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ആംഗിൾ എത്രയാ, ഇപ്പൊ പഠിച്ചോളൂ നമ്മള്. ഈ ആംഗിൾ എത്രയാ, 180 ഡിഗ്രി മൈനസ് 2x, 180 ഡിഗ്രി മൈനസ് 2x ആണ് എന്താ, ആ ഒരു ആംഗിൾ വരുന്നേ. ഓക്കെ, സെറ്റ് അല്ലേ? ഇതാ നോക്കുക, അടുത്തത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് മിസ് പറയാൻ പോകുന്നേ. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, സോ മക്കളെ എന്താണ്, നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. ദെൻ PB ഉണ്ട്, PA ഉണ്ട് അല്ലെ. ഇതാ ഇവിടെ വരെയുള്ള PB, ഇതാ ഇവിടെ വരെയുള്ളത് PA. ഓക്കെ, പിന്നെയോ ദാ PC ഉണ്ട്, PD വരെയുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കുക, PA ഇൻറ്റു PB എന്താണ്, മാറിപ്പോവരുത്, PA ഇൻറ്റു PB. ഓക്കെ, PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD ആണെന്ന്. ഓക്കെ, PA ഇൻറ്റു PB ഈക്വൽ ടു എന്താണ്, PC ഇൻറ്റു PD ആണ്. ഓക്കെ, ഇക്വേഷൻ അതായത് ഈ ഒരു ഡെഫിനിഷൻ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബൈ ഹാർട്ട് അങ്ങ് പഠിച്ചോളാം ഇത്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനിയും ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, സോ അതേപോലെ തന്നെ ഇവിടെ നോക്കിയടാ, ദാ PC ഉണ്ട്, PA ഉണ്ട്, PB എന്നുള്ള ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ. ദാ ഇവിടെ നോക്കുക, ദാ ഇവിടെ D ഉണ്ടോ, ഇല്ല, C ഉള്ള ഒരു ഡിസ്റ്റൻസ് ഉള്ളു. സോ നോക്കുക, PA ഇൻറ്റു PB അല്ലെ, PA ഇൻറ്റു PB ഈക്വൽ ടു എന്താണ്, PC സ്ക്വയർ. ഓക്കെ, PC സ്ക്വയർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD, PA ഇൻറ്റു PB ഈക്വൽ ടു PC സ്ക്വയർ. ഓക്കെ, മനസ്സിലാക്കുക. സോ മക്കളെ അങ്ങനെയാണെങ്കിൽ നോക്കുക, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ദാ PB, PA, PC തന്നിട്ടുണ്ട് നമുക്ക്. സോ PA ഈക്വൽ ടു 4 സെന്റിമീറ്റർ. PA എന്ന് പറയുന്നത് എന്താണ്, 4 സെന്റിമീറ്റർ ആണ്. AB ഈക്വൽ ടു 5 സെന്റിമീറ്റർ. AB 5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ
ഫൈൻഡ് പി സി. ഇതാ ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെ, പി സി നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോ മക്കളെ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നമ്മൾ അങ്ങ് എടുത്തെഴുതുക. ഫസ്റ്റ് പി എ 4 അല്ലെ, പി എ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ, എ ബി 5 സെന്റിമീറ്റർ, എ ബി 5 സെന്റിമീറ്റർ, എ ബി 5 സെന്റിമീറ്റർ. ഓക്കെ, എ ബി 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പി ബി എത്രയായിരിക്കും ഇവിടെ? പി ബി, പി എയും എ പിയും എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് പി ബി കിട്ടില്ലേ? ഈ പി ബി എന്ന ഡിസ്റ്റൻസ് കിട്ടാൻ ഇത് രണ്ടും അങ്ങ് ആഡ് ചെയ്താൽ പോരെ. ഏത് രണ്ടും? പി എ പ്ലസ് എ ബി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും. പി എ എന്ന് പറയുന്നത് 4 പ്ലസ് ബി എ എന്ന് പറയുന്നത് 5, നമുക്ക് 9 എന്ന് കിട്ടും. സോ പി ബി എന്ന് പറയുന്നത് 9 ആണ്. പി ബി എന്ന് പറയുന്നത് 9 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മുടെ ഇക്വേഷൻ എന്താണ്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ അല്ലെ. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. സോ പി എ നമുക്കറിയാം, പി എ എത്രയാണ്? 4 അല്ലെ. പി എ എന്ന് പറയുന്നത് 4 ഇൻറ്റു പി ബി. പി ബി എന്ന് പറയുന്നത് നമ്മളിപ്പോ കണ്ടുപിടിച്ചു, എത്രയാണ്? 9 ഈക്വൽ ടു പി സി സ്ക്വയർ. എന്താണ്? പി സി സ്ക്വയർ. ഓക്കെ, സോ പി സി സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. പി സി സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു 9 36 വരും അല്ലെ. സോ പി സി സ്ക്വയർ ആണ്. സോ പി സി ഈക്വൽ ടു റൂട്ട് ഓഫ് 36 അല്ലെ. റൂട്ട് ഓഫ് 36 എന്ന് പറയുമ്പോൾ എത്ര വരും? 6. ഓക്കെ, സെറ്റ് അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടി? പി സി കിട്ടി. പി സി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? ഇങ്ങനെ നമുക്ക് ഇത് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, ഇത്രയും കോൺസെപ്റ്റ് എന്ത് ചെയ്യുക? മനസ്സിൽ വെക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. എന്താ ഇപ്പൊ നമ്മൾ പറഞ്ഞത്? ദാ ഡയമീറ്ററും ഈ ഒരു ടാൻജന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? ദാ ഈ ഒരു എ പിയുടെ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് അല്ലെ, പി ടി യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. പിന്നെയോ ദാ ഈ ഒരു ആംഗിൾ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 180 മൈനസ് എക്സ് ഡിഗ്രി ആണ് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ ദാ ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലെ. ക്വാഡ്രിലാറ്ററൽ അതായത് ചതുർഭുജമാണ്. സോ ഇത് സൈക്ലിക് ആണ്, ചക്രീയമാണ്. കാരണം എന്താണ്? പെയർ ഓഫ് ആംഗിൾസ് എന്താണ്? 180 ഡിഗ്രി ആണ്. സോ നമുക്ക് ഇതിനെ ടച്ച് ചെയ്തിട്ടൊരു സർക്കിൾ വരയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ദാ ഇതല്ലേ, ദാ ഈ ഒരു കൺസെപ്റ്റ് ഈക്വലാറ്ററൽ ട്രയാംഗിളിന്റെ പറഞ്ഞു നമ്മള്. ദാ എപി ഈക്വൽ ടു ദാ ഈ രണ്ട് ടാൻജൻസും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതെന്താണ്? ഒരു ഐസോസിലസ് ട്രയാംഗിൾ ആണ്. ഐസോസിലസ് ട്രയാംഗിൾ രണ്ട് സൈഡും ഈക്വലന്റ് ആണ്. ദാ അടുത്ത പറഞ്ഞ നമ്മുടെ രണ്ട് കാര്യങ്ങളും കൂടെ. ഇത്രയും കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ദാ നമുക്ക് വേഗം പ്രോബ്ലത്തിലേക്ക് പോവാടാ. ദാ നോക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ മിസ് ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാം പേപ്പറിൽ വന്നിരിക്കും. ഷുവർ ആണ് മക്കളെ. കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയൊക്കെ കോൺസെപ്റ്റുകളെ പഠിക്കാനുള്ളൂ. ഓക്കെ, സോ ഈ ഒരു വീഡിയോ കാണുന്ന കുട്ടിക്ക് നിരാശപ്പെടേണ്ടി വരില്ല ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ. എന്തുകൊണ്ടാണ്? അത്രയും പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് മിസ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ കണ്ട മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിന് വളരെ വ്യക്തമായിട്ട് എല്ലാ ആൻസേഴ്സ് എഴുതാൻ പറ്റും. അതിനാദ്യം എന്ത് വേണം? മിസ് പറഞ്ഞ ഈ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ കോൺസെപ്റ്റുകള് വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇപ്പൊ മിസ് പറയുന്ന ഈ പ്രോബ്ലംസ് കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സെറ്റിലെ മക്കളെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ മിസ് നേരത്തെ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻസ് അല്ലെ, കുറച്ച് കൺസ്ട്രക്ഷൻസിന്റെ പ്രോബ്ലം, വരയ്ക്കാനുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട്. അതിൽ നിന്നുള്ള മാർക്ക് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചൂടെ? ഓക്കെ, സോ വരച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, സോ മക്കളെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ സി ഈസ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. സി എന്താണ്?
സർക്കിൾ കാണുന്നുണ്ടോ മക്കളെ? ദാ കണ്ടോ? C is the center of the circle. PA and PB are tangents. ദാ PA എന്ന് പറയുന്നതും PB എന്ന് പറയുന്നത് എന്താണ്? ടാൻജൻസ് ആണ് അല്ലെ? ടാൻജന്റ് എന്നാണ് മിസ് പറഞ്ഞു. ഓക്കെ, ടാൻജൻസ് ആണ്. അടുത്ത എന്താണ്? PC equal to 5 centimeter. ഇത് നമ്മുടെ PC എന്ന് പറയുന്നത് എന്താണ്? 5 centimeter ആണ്. And radius of the circle is 3 centimeter. Radius of the circle എന്ന് പറയുന്നത് ദാ C അല്ലെ? 3 centimeter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Find the length of PA. നമുക്ക് എന്താ കാണേണ്ടത്? PA യുടെ ലെങ്ത് ആ കാണേണ്ടത്. പിന്നെയോ സബ് ക്വസ്റ്റ്യൻ ബി എന്താണ്? വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ PACB? ദാ ഈ PACB എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ കൂടെ കാണണം. നമ്മൾ പഠിച്ചു അല്ലേ? ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. പഠിച്ചത് ഓർക്കുന്നുണ്ടോ ഈ വീഡിയോ തുടങ്ങുന്ന ടൈമില്? ഓക്കെ, സോ ആ കൺസെപ്റ്റ് വൃത്തിയായിട്ട് മനസ്സിലായ ആൾക്ക് ഈ ക്വസ്റ്റ്യൻ ദശഡേ എന്ന് പറഞ്ഞ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതാ നോക്കുക, ഫസ്റ്റ് എന്താ നമുക്ക് കാണണ്ടേ? മിസ് ഇതൊന്ന് ചെറുതാക്കി വെച്ചോട്ടെ. ക്വസ്റ്റ്യൻ എല്ലാം മക്കൾക്ക് മനസ്സിലായില്ലേ? മിസ് ഇതായത് ചെറുതാക്കാണേ. ഓക്കെ, ഇത് ദാത് ഇവിടെ ഇരുന്നോട്ടെ. ഇതും നമുക്ക് ദാത് ഇവിടെ വെക്കാം. ഇതാ മക്കളെ, നമുക്ക് എന്താ കാണേണ്ടത്? കാണുന്നുണ്ടോ മിസ്സിനെ? ദാ നമുക്ക് എന്താ കാണേണ്ടത്? ഫസ്റ്റത്തെ സബ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ലെങ്ത് PA. PAയുടെ ലെങ്ത് കാണുന്നത്. സോ ഒന്ന് സൂക്ഷിച്ച് നോക്കിയടാ ഫിഗറിലേക്ക്. അവിടെ എന്താ നമുക്ക് കാണുന്നേ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആ ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ? എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ വേഗം മൈൻഡ് എന്ത് ചെയ്യുക? ഓടിച്ച് ട്രിഗ്നോമെട്രിയിലേക്ക് വിടുക. 6ാമത്തെ ചാപ്റ്റർ അല്ലെ, ട്രിഗ്നോമെട്രി. അവിടെ നമ്മൾ എന്താ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ്സ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്തത്? PT അല്ലെ? PT എന്താണ്? പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. വളരെ വൃത്തിയായിട്ട് നമ്മൾ ഒരു ഫുൾ ചാർട്ട് പഠിച്ചിരിക്കുന്നയാ അല്ലേ? ഓക്കെ, സോ മക്കളെ എന്താണ് നമുക്ക് PA കാണേണ്ടത്? എന്താ കാണേണ്ടത്? PA. സോ നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം? പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. യൂസിങ് പൈതഗോറസ് തിയറം, യൂസിങ് PT. ഓക്കെ, പൈതഗോറസ് തിയറം AP അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? PA. ഓക്കെ, PA സ്ക്വയർ ഈക്വൽ ടു മിസ് ഇവിടെ എഴുതി കാണുന്നുണ്ടോ നിങ്ങൾക്ക്? മിസ് അതിങ്ങ് മാറ്റി എഴുതാടാ. ദാ ഇവിടെ എഴുതാം. ഇതെവിടെ എഴുതാം? എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? PA സ്ക്വയർ അല്ലെ? യൂസിങ് പൈതഗോറസ് തിയറം. ഈ ക്വസ്റ്റിന് ആൻസർ ആണ് യൂസിങ് പൈതഗോറസ് തിയറം. PT നമ്മൾ യൂസ് ചെയ്യാണ്. സോ അങ്ങനെയാണെങ്കിൽ PA അല്ലെ? PA സ്ക്വയർ ഈക്വൽ ടു എന്താണ്? PA സ്ക്വയർ ഈക്വൽ ടു ബാക്കി സൈഡ് ഏതാ നമ്മുടെ? PC സ്ക്വയർ മൈനസ് CA സ്ക്വയർ. ഓക്കെ, സെറ്റ് അല്ലേ? CA സ്ക്വയർ. സോ റൂട്ട് ഓഫ് നോക്കുക, റൂട്ട് ഓഫ് PC അല്ലെ? PC എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 5 സ്ക്വയർ മൈനസ് CA അല്ലെ? CA എന്ന് പറയുന്നത് എത്രയാ? 3 സ്ക്വയർ. സോ മക്കളെ ക്വസ്റ്റ്യൻ കിട്ടിയ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് എഴുതുക. ഓക്കെ, സോ എന്താണ് 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 25 മൈനസ് 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9. സോ 25 മൈനസ് 9 നമുക്ക് എന്ത് കിട്ടും? 16 എന്ന ആൻസർ കിട്ടും അല്ലെ? 16 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ എന്താണ് 25 മൈനസ് 9 16 എന്ന് കിട്ടും. സോ PA സ്ക്വയർ, PA അല്ലേ? PA ആണ്. PA എന്താണ്? നമുക്ക് റൂട്ട് 16 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കിട്ടും. സോ നമ്മുടെ PA എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. എന്താണ്? 4 സെന്റിമീറ്റർ നമുക്ക് കിട്ടിയിരിക്കുകയാണ് അല്ലെ? 4ന്റെ സ്ക്വയർ അല്ലേ 16. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? PA കണ്ടുപിടിച്ചു 4 സെന്റിമീറ്റർ. അടുത്ത നമ്മുടെ അടുത്ത് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ
PACB അല്ലെ. നമുക്കിവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, PACB. ഏതാണത്? അതെ, PACB എന്ന ക്വാഡ്രിലാറ്ററലിന്റെ എന്ത് കാണണം? ഏരിയ കാണണം അല്ലെ. സോ നമുക്ക് നമുക്ക് എന്താണ്? രണ്ട് ട്രയാങ്കിൾ ഉണ്ടല്ലേ, രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. സോ എങ്ങനെ വരും ഏരിയ എന്ന് പറയുന്നത്? ഇതാ ഇവിടെ എഴുതാം. ഏരിയ കാണുന്നുണ്ടോ? ഏരിയ ഓഫ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഏരിയ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ. ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ അല്ലേ. സോ എങ്ങനെ വരും? 2 ഇൻറ്റു അല്ലെ, രണ്ടെണ്ണം അല്ലെ, 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിൾ? ദാ ഈ ട്രയാങ്കിൾ അല്ലെ. ഏതാണ്? PAC ട്രയാങ്കിൾ, PAC. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? സോ 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലെ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് BH അല്ലെ, നമുക്കറിയാം ഹാഫ് BH. സോ ഹാഫ് ഇൻറ്റു ദാ നമ്മുടെ B, 3 ഇൻറ്റു 5. സോറി 5 അല്ല, 4. ഓക്കെ, സെറ്റ് അല്ലേ? സോ ഇത് കട്ടായി പോവും. സോ 12 എന്ന് കിട്ടും. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ ഇത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കാണുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇത്. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെറ്റ് അല്ലേ മക്കളെ? സോ ഏരിയ എന്ന് പറയുന്നത് സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കുക, ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ 2 ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതാ മിസ് പറഞ്ഞ കൺസ്ട്രക്ഷന്റെ ക്വസ്റ്റ്യൻ എത്തിയിരിക്കുന്ന ഒരു കാര്യം, അതായത് മിസ് ഇതിൽ പറയുന്ന ഒരു കാര്യം പോലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാതിരിക്കില്ല. അതായത് കൺസ്ട്രക്ഷൻ ബേസ് ചെയ്ത് മിസ് പറയുന്ന ഒരു കാര്യം പോലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാതിരിക്കില്ല. ബിക്കോസ് എന്താണ്? ഈ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്ത് ഈ കാര്യങ്ങൾ മിസ് പറയുന്ന ഈ കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാനുള്ളൂ. വേറെ കോൺസെപ്റ്റുകൾ ഒന്നും ഇല്ല മക്കളെ. ഓക്കെ, സോ എന്ത് ചെയ്യാ? മിസ് ഈ പറയുന്ന, അതായത് ഇപ്പൊ ഇതുവരെ പഠിച്ച പ്രൂവ് ദ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാ? ഇത് പഠിക്കുക. ഇതെന്ത് ചെയ്യാ? പഠിക്കുക. ഫുൾ മാർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഓക്കെ, കൺസ്ട്രക്ഷന്റെ മാർക്കൊന്നും കളയരുത്. ഓക്കെ, സോ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഡ്രോ എ സർക്കിൾ ഓഫ് എ റേഡിയസ് 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ റേഡിയസിൽ നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു സർക്കിള് വരയ്ക്കണം. മാർക്ക് എ പോയിന്റ് 7 സെന്റിമീറ്റർ അവേ ഫ്രം ഇറ്റ് സെന്റർ അല്ലെ. സെന്ററിൽ നിന്നും 7 സെന്റിമീറ്റർ അവേ എന്ത് വരയ്ക്കണം? ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. ഡ്രോ ദി ടാൻജൻസ് ഓഫ് ദി സർക്കിൾ ഫ്രം ദാറ്റ് പോയിന്റ്. ആ പോയിന്റിൽ നിന്നുള്ള ടാൻജൻസ് എന്താണ്? തൊടുവര അല്ലെ, ടാൻജൻസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ മക്കളെ മിസ് ഓൾറെഡി ഇത് അവിടെ വരച്ചിട്ടുണ്ട് 3 സെന്റിമീറ്റർ. മക്കൾ എന്ത് ചെയ്യാ? വരച്ചു കൊടുങ്ങ കേട്ടോ. എന്താണ്? 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിള് വരയ്ക്കുക. ഓക്കെ, വൃത്തം വരയ്ക്കാം. വരച്ച കൺസ്ട്രക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ് മക്കളെ? വരച്ചത് അപ്പൊ തന്നെ അടയാളപ്പെടുത്തി വെക്കുക. ഓക്കെ, അപ്പൊ തന്നെ എന്ത് ചെയ്യാ? മാർക്ക് ചെയ്ത് വെക്കുക. 3 സെന്റിമീറ്ററിന്റെ ഒരു റേഡിയസ് ഉള്ള ഒരു വൃത്തം വരച്ചു, സർക്കിൾ വരച്ചു. അങ്ങനെയാണെങ്കിൽ അപ്പൊ തന്നെ അവിടെ 3 സെന്റിമീറ്റർ എന്ന് എഴുതി വെക്കുക. മാർക്കിംഗ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മാർക്കിംഗ് എന്താണ്? കൺസ്ട്രക്ഷനിൽ ഇമ്പോർട്ടന്റ് ആണ്. സോ 3 സെന്റിമീറ്റർ. 7 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈനും പോയിന്റും വരച്ചിട്ടുണ്ട്. സെറ്റല്ലേ മക്കളെ? ഇനി നമുക്ക് എന്ത് വേണം? മിഡ് പോയിന്റ് വേണം അല്ലെ. എന്ത് വേണം? മിഡ് പോയിന്റ് വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ട് വരയ്ക്കണം അല്ലെ. പെർപെൻഡിക്കുലർ ബൈസെക്ട് വരയ്ക്കുക. സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? കോമ്പസ് എടുക്കുക. എന്ത് ചെയ്യുക? കോമ്പസ് എടുക്കുക. മിസ്സിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക? കോമ്പസും പെൻസിലും പേനയും ഒക്കെ എടുത്ത് വെച്ചിട്ട് വരയ്ക്കുക മിസ് പറയുന്നതനുസരിച്ച്. ഓക്കെ, സോ മക്കളെ എന്ത് ചെയ്യുക? ഇവിടുന്ന്, അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ട് വരയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പകുതി കൂടുതൽ, അതായത് ഹാഫിൽ കൂടുതൽ ലെങ്ത് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇവിടെ കുത്തുക. നിങ്ങളുടെ കോമ്പസ് ഇവിടെ കുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? പകുതിയിൽ കൂടുതൽ ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ട് ആർക്ക് വരയ്ക്കുക. ഓക്കെ, സോ അതേപോലെ എന്ത് ചെയ്യുക? ഇവിടെ ആർക്ക് വരയ്ക്കുക. ഓക്കെ,
സോ അതേപോലെ ദാ ഈ ഒരു സൈഡിൽ നിന്നും എന്ത് ചെയ്യുക, ദാ ഇവിടെ ഇങ്ങനെ ആർക്ക് വരയ്ക്കുക. സെറ്റല്ലേ? സെറ്റല്ലേ മക്കളെ? എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കെയിൽ യൂസ് ചെയ്ത് ഇതിങ്ങനെ കൊടുക്കുക. ഓക്കെ, സ്കെയിൽ യൂസ് ചെയ്ത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. സെറ്റല്ലേ മക്കളെ? ഇതാണ് മക്കളെ എന്ത് നമ്മുടെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റല്ലേ? സെറ്റല്ലേ മക്കളെ? ഇനി എന്ത് ചെയ്യുക, ഈ ഒരു മിഡ് പോയിന്റ് ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സർക്കിള് ഫോം ചെയ്യാം. മിസ്സിന്റെ സർക്കിൾ നോക്കണ്ട, മിസ്സിന് ഇവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ എന്ത് ചെയ്യുക, മക്കള് നല്ല അടിപൊളി സർക്കിൾ വരയ്ക്കുക കേട്ടോ. എന്ത് ചെയ്യുക, സർക്കിൾ ആയോ? സർക്കിൾ ആയില്ല. നിങ്ങൾ വരയ്ക്കുമ്പോ എന്ത് ചെയ്യുക, പ്രോപ്പർ നല്ല അടിപൊളി സർക്കിൾ വരയ്ക്കുക കേട്ടോ. ഓക്കെ, നല്ല അടിപൊളി സർക്കിള് നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, സെറ്റല്ലേ മക്കളെ? ഇത് ഇവിടെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് മക്കളെ ഇങ്ങനെ രണ്ടായിട്ട് തോന്നണേ. നിങ്ങൾ നല്ല പ്രോപ്പർ ആയിട്ടുള്ള സർക്കിൾ വരയ്ക്കുക കേട്ടോ. ഓക്കെ, സെറ്റല്ലേ മക്കളെ? ഇനി എന്ത് ചെയ്യാ, നമുക്ക് ഇവിടെ സർക്കിൾ ടച്ച് ചെയ്ത് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ അതെന്ത് ചെയ്യാ, വരയ്ക്കാം. സെറ്റല്ലേ മക്കളെ? ഇവിടെ ടച്ച് ചെയ്യണേ, ഇവിടെ ടച്ച് ചെയ്യും. സോ ഇതെന്ത് ചെയ്യാ, ഇങ്ങ് വരയ്ക്കാം. നോക്ക് മക്കളെ, മിഡ് പോയിന്റ് വരച്ചു. ദെൻ നമ്മുടെ സർക്കിൾ ഇവിടെ നിന്ന് ജോയിൻ ചെയ്ത് ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് വരച്ചു, ടാൻജൻസ് ഫോം ചെയ്യാണ് ചെയ്തത്. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എക്സാമിന് ഉറപ്പായിട്ടും ഒരു കൺസ്ട്രക്ഷന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഇൻ ദ ഫിഗർ PA and PB are tangents of the circle with the center of. PA and PB എന്ന് പറയുന്നത് എന്താണ്? Tangents of the circle. ഈ സർക്കിളിന്റെ ടാൻജൻസ് ആണ് വിത്ത് സെന്റർ O. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് PA equal to 6 centimeter, PA എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് PB? നോക്കി മക്കളെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. സിമ്പിൾ ബേസിൽ ഇറങ്ങിയുള്ള ക്വസ്റ്റ്യനാ. PA എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ PB, ഈ PB എത്രയായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നേ. ഈ PB എന്ന് പറയുന്നത് എന്താടാ, നമ്മളൊരിത് പഠിച്ചു അല്ലേ? നേരത്തെ മിസ് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് പോയേ. വേഗം ഓടിപ്പോ. ഇതായിരുന്നല്ലേ മിസ് പറഞ്ഞ കോൺസെപ്റ്റ്. എന്തായിരുന്നു? AP ഈക്വൽ ടു PB അല്ലെ. ഇങ്ങനെ വരയ്ക്കുന്ന AP ഈക്വൽ ടു എന്താണ്? PB ആണ്. AP ഈക്വൽ ടു PB ആണ്. സോ ആ ട്രയാങ്കിൾ എന്താണ്? ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് മിസ് പറഞ്ഞിരുന്നു അല്ലെ. സോ മക്കളെ, രണ്ടും എന്താണ്? ഈക്വൽ ആണ് അല്ലെ. AP ഈക്വൽ ടു PB, AP ഈക്വൽ ടു PB അല്ലെ. സോ AP 6 സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മുടെ PB എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 സെന്റിമീറ്റർ തന്നെ അല്ലേ. മിസ് ഇതൊന്ന് ചെറുതാക്കി വെച്ചോട്ടെ. ഓക്കെ, എന്താണ്? ഇത് ഈക്വലൻ ടു ഇതാണ്. സോ മക്കളെ, എന്താണ് നമ്മുടെ ആൻസർ വരിക? ആൻസർ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ വരിക? PA 6 സെന്റിമീറ്റർ ആണെങ്കിൽ PB എന്ന് പറയുന്നത് എന്തായിരിക്കും? PB ഈക്വൽ ടു PB 6 സെന്റിമീറ്റർ. PB എന്താണ്? 6 സെന്റിമീറ്റർ ആണ്. നമ്മൾ പഠിച്ചതാണല്ലോ ഓൾറെഡി. ദെൻ അടുത്ത എന്താണ്? വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ PAO? ആംഗിൾ PAO യുടെ മെഷർ എന്താ?
നമുക്കറിയാലേ ടാൻജന്റും നമ്മുടെ ഡയമീറ്ററും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ് മക്കളെ? റേഡിയസ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രി അല്ലെ? ഇതേപോലെ വേറൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. എന്താ പഠിച്ചത്? ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഓക്കെ, എല്ലാം വളരെ വൃത്തിയായിട്ട് ഓരോ സ്ഥലത്തായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, സോ മക്കളെ എന്താ പറഞ്ഞത്? ആംഗിൾ ബി ക്വസ്റ്റ്യൻ അല്ലെ? ആംഗിൾ PAO ഈക്വൽ ടു എത്രയാടാ? 90 ഡിഗ്രി. എന്താണ്? 90 ഡിഗ്രി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നേ? ഇഫ് ആംഗിൾ AOB 100 ഡിഗ്രി ആണ്, ആംഗിൾ AOB 100 ഡിഗ്രി ആണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണണം? ആംഗിൾ APB അല്ലെ? ഇതാ ഈ ഒരു ആംഗിൾ APB ഇത് അവിടെ 100 ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? 180 ഡിഗ്രി മൈനസ് 100 അല്ലെ? 180 ഡിഗ്രി മൈനസ് 100. സോ ആംഗിൾ APB ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 100. സോ നമുക്ക് 80. സോ ഈ ആംഗിൾ എത്ര കിട്ടും? 80 ഡിഗ്രി എന്ന് കിട്ടും. സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേടാ. കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇതാ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഇഫ് PA ഈക്വൽ ടു 12 സെന്റിമീറ്റർ. നമ്മുടെ PA എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. OA എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. OA എന്താണ്? 5 സെന്റിമീറ്റർ ആണ്. ഫൈൻഡ് OP. എന്ത് കാണണം? OP കാണണം അല്ലേ? ഇഫ് OA ഈക്വൽ ടു ബി ക്വസ്റ്റ്യൻ ആണേ. OA ഈക്വൽ ടു 6 സെന്റിമീറ്റർ. OA എവിടെയാണ് നമ്മുടെ? ഓക്കെ 6 സെന്റിമീറ്റർ ആൻഡ് ആംഗിൾ AOP ഈക്വൽ ടു 60 ഡിഗ്രി. ഫൈൻഡ് OP, PA ആൻഡ് PB. ഓക്കെ, ഇതാണ് എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താ മക്കളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? OP കാണാൻ അല്ലെ? ഇതാ ഈ OP ആണ് എന്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫിഗറിലേക്ക് സൂക്ഷിച്ചു നോക്കിയ മക്കളെ, അവിടെ നമുക്ക് എന്ത് കാണാം? ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിരിക്കുന്ന കാണാം അല്ലെ? എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിരിക്കുന്ന കാണാം. സോ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? നമ്മുടെ PT യൂസ് ചെയ്യാം അല്ലെ? PT എന്താണ്? പൈതഗോറസ് തിയറം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പൈതഗോറസ് തിയറം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, മിസ് ഇവിടെ എഴുതാം. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ OP അല്ലെ? OP ഈക്വൽ ടു എന്താ? ഇതാ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താ? OA സ്ക്വയർ അല്ലെ? OA സ്ക്വയർ പ്ലസ് PA സ്ക്വയർ. റൂട്ട് ഓഫ് OA സ്ക്വയർ പ്ലസ് PA സ്ക്വയർ അല്ലെ? റൂട്ട് ഓഫ് OA സ്ക്വയർ പ്ലസ് PA സ്ക്വയർ. സോ റൂട്ട് ഓഫ് OP സ്ക്വയർ കേട്ടോ, OP സ്ക്വയർ. ദെൻ OA എന്ന് പറയുന്നത് 5 സ്ക്വയർ പ്ലസ് PA എന്ന് പറയുന്നത് 12 സ്ക്വയർ. സോ 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 പ്ലസ് 12 സ്ക്വയർ എന്ന് പറയുമ്പോൾ 144 അല്ലേ? എന്താണ്? 144 ആണ്. സോ ഇത് എന്ത് വരും? 144 25 അല്ലേ? 169 വരും. റൂട്ട് 169 വരും. OP ഈക്വൽ ടു റൂട്ട് OP ഈക്വൽ ടു റൂട്ട് 169. സോ റൂട്ട് 169 എന്ന് പറയുന്നത് എത്രയാ? 13 അല്ലേ മക്കളെ? യെസ്, എന്താണ്? 13. സോ എന്താ? OP ഈക്വൽ ടു 13. OP എന്ന് പറയുന്നത് 13 ആണ്. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഈ ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ? ഓക്കെ, OP എന്താണ്? 13 ആണ് വരുന്നത്. ഓക്കെ, 13. ഇനി നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നേ? സോ നമുക്ക് ഇത് 13 എന്ന് കിട്ടി. ദെൻ ഫൈൻഡ് OP. OP നമ്മളിപ്പോ ഓൾറെഡി കണ്ടുപിടിച്ചു. ബി ക്വസ്റ്റ്യൻ അല്ലേ? OP നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ദെൻ PA അല്ലേ? PA 12 ആണ്. അങ്ങനെയാണെങ്കിൽ PB എന്താ മക്കളെ? വേഗം പറ. PB എന്താ? PA ഈക്വലന്റ് ടു PB ആണ് അല്ലേ? സോ ഇത് 12 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 12 ആയിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? ഈ കോൺസെപ്റ്റ് സെറ്റ് അല്ലേ?
ഓക്കെ, ഇത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ് മക്കളെ, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ശ്രദ്ധിച്ച് ചെയ്യാ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. അടുത്ത എന്താ മക്കളെ? ഇഫ് പി ക്യു ഈക്വൽ ടു 4 സെന്റിമീറ്റർ ആൻഡ് പി എ ഈക്വൽ ടു 8 സെന്റിമീറ്റർ. ഓക്കെ, ദെൻ ഫൈൻഡ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ. എന്ത് കാണണം? സർക്കിളിന്റെ റേഡിയസ് കാണണം. സോ നോക്കുക, നമുക്ക് ഇവിടെ O is the center of the circle. നമുക്ക് ഡയമീറ്റർ AB ആണ്. കണ്ടോ, പി ക്യു നമുക്ക് തന്നിരിക്കുന്നത്. പി ക്യു 4 സെന്റിമീറ്റർ ആണ്. പി എ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 8 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. എന്താണ് നമ്മൾ പഠിച്ചില്ലേ? പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ അല്ലെ, പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. നമുക്ക് ഇവിടെ ക്യൂ ആണ്. സോ എന്താണ്? പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി ക്യൂ സ്ക്വയർ. എന്താണ്? പി ക്യൂ സ്ക്വയർ. സോ മക്കളെ, പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി ക്യൂ സ്ക്വയർ. സോ അങ്ങനെയാണെങ്കിൽ പി എ എന്ന് പറയുന്നത് നമുക്ക് അറിയാം എത്രയാണ്? 8 ഇൻറ്റു പി ബി അല്ലെ. പി ബി നമുക്കറിയോ? ഇല്ല, നമ്മുടെ കയ്യിലില്ല. സോ പി ബി ഈക്വൽ ടു പി ക്യു അറിയാം അല്ലെ. പി ക്യു എത്രയാണ്? 4 സ്ക്വയർ. ഓക്കെ, സെറ്റ് അല്ലേ? ഇനിയോ 8 ഇൻറ്റു പി ബി ഈക്വൽ ടു 16 എന്ന് വരും. ഓക്കെ, സോ പി ബി ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ 8 അല്ലെ. ഈ മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തേക്ക് പോകുമ്പോ എന്താവും? ഡിവിഷൻ ആവും. സോ 2 ആൻസർ വരും. സോ പി ബി എന്താണ്? പി ബി എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ. പി ബി എന്താണ്? 2 സെന്റിമീറ്റർ. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് പി ബി കിട്ടി. ഓക്കെ, സെറ്റ് അല്ലേ? പി ബി കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകണം അല്ലെ. നമുക്ക് പി ബി കിട്ടി. നമുക്ക് ഇത് കണ്ടുപിടിക്കണ്ടേ? ഇത് കണ്ടുപിടിക്കണം അല്ലെ. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കടാ, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 8 ആണ്. ഇവിടെ മുതൽ പി മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് 8 ആണ്. നമുക്ക് പി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 2 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എ ബി നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഈ എ ബി ഡയമീറ്റർ എ ബി നമുക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ടോട്ടലിൽ നിന്ന് എന്താ ഈ ഒരു ഇത് മൈനസ് ചെയ്താ നമുക്ക് ഇത് കിട്ടുന്നതായിരിക്കും അല്ലെ. സോ എങ്ങനെ കണ്ടുപിടിക്കാം? എ ബി അല്ലെ, എ ബി ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? എ പി മൈനസ് ബി പി അല്ലെ. എ പി മൈനസ് ബി പി. എ പി നിന്നും ബി പി മൈനസ് ചെയ്താൽ കിട്ടും. സോ എ പി എന്ന് പറയുന്നത് 8 മൈനസ് ബി പി എന്ന് പറയുന്നത് 2. സോ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? സോ ഇതെന്താണ്? ഈ എ ബി എന്ന് പറയുന്നത് ഇവിടം വരെ അല്ലെ. ഇവിടം വരെ എന്താണ്? 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? നമ്മുടെ ഡയമീറ്റർ എന്താണ്? 6 സെന്റിമീറ്റർ. ഇനി നമ്മുടെ അടുത്ത് അതാണോ ചോദിച്ചിരിക്കുന്നേ? നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നേ? നമ്മുടെ റേഡിയസ് അല്ലെ. അപ്പൊ സെന്ററിൽ നിന്നും എനി പോയിന്റിലേക്ക് വരയ്ക്കുന്നതാണ് എന്ത്? റേഡിയസ് എന്ന് പറയുന്നത്. അതെന്താണ്? ഈക്വലന്റ് ആണെന്ന് നമുക്കറിയാം അല്ലെ. d/2 ആണ്. ഡയമീറ്ററിന്റെ പകുതിയാണ് അല്ലെ. d/2 ആണ്. സോ ഇതെന്തായിരിക്കും? 3 വെച്ചിട്ട് വരും റേഡിയസ്. സോ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് റേഡിയസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ, ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഫൈനൽ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും. ഓക്കെ, സെറ്റിൽ മക്കളെ? സോ ഈ കോൺസെപ്റ്റ് ഒക്കെ എന്ത് ചെയ്യാം? വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക മക്കളെ. ഇനി നമുക്ക് ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, പ്രൂവ് ദാറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്കുള്ള കോൺസെപ്റ്റ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു, കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്തു. ഇനിയാണെന്ന് മക്കളെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്ററിലുള്ള മുഴുവൻ കോൺസെപ്റ്റുകളും നമ്മൾ എന്താ പഠിച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, the last and final question. In the figure chord BC is extended to P. Tangent from P to the circle is PA. AQ is the bisector of angle BAC. Sub questions നോക്കുക. Write a pair of equal angles from the figure.
B question, if angle PAB equal to X and angle PCA equal to Y, prove that angle BAC equal to Y minus X. Then C question, prove that angle PAQ equal to Y plus X by 2. Okay, ഇതാ നമുക്ക് ഇവിടെ ഒരു ഫിഗറും തന്നിട്ടുണ്ട്. സോ നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, പ്രൂവ് ചെയ്യാം. നോക്കാം മക്കളെ, പ്രൂവ് ദാറ്റ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ അപ്പൊ ദാ മിസ് ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നോക്കാം മക്കളെ, എന്താണ് ആംഗിൾ. ഫസ്റ്റത്തെ ക്വസ്റ്റൻ എന്താ, റൈറ്റ് എ പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ് ഫ്രം ദി ഫിഗർ അല്ലെ. പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ് ഈ ഫിഗറിൽ നിന്ന് നമ്മുടെ അടുത്ത് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. സോ മക്കളെ നോക്കിയേ, ആംഗിൾ എ ബി സി അല്ലെ, ആംഗിൾ എ ബി സി, ആംഗിൾ എ ബി സി ഈക്വൽ ടു എന്താണ്, ആംഗിൾ പി എ സി, ആംഗിൾ പി എ സി അല്ലേ. സെറ്റ് അല്ല മക്കളെ. എന്താ ഇത് രണ്ടും എന്താണ് മക്കളെ, എക്സ് ആണ് അല്ലേ. എന്താണ്, എക്സ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ട്. പി എസ് സി എന്താണ്, എക്സ് ആണ്. ഓക്കെ, സോ അത് കഴിഞ്ഞു. അടുത്തത് നോക്കുക, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി, ആംഗിൾ എ ആംഗിൾ ബി ആംഗിൾ പി നമുക്കറിയാം എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. എന്തായിരിക്കും മക്കളെ, 180 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി അല്ലേ, ആംഗിൾ ബി നമുക്കറിയാം എന്താണ്, എക്സ് ആണ്. ആംഗിൾ ബി എക്സ് നമ്മൾ ബിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്ലസ് ആംഗിൾ സി, ആംഗിൾ സി മക്കളെ ഇത് നോക്കുക, ഇത് y ആണ്. സോ ഇതാണ് എന്താണ്, 180 മൈനസ്. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ, 180 മൈനസ് y ആയിരിക്കും. എന്താണ് 180 മൈനസ് y. സോ ആംഗിൾ സി എന്താണ്, 180 മൈനസ് y ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി. സെറ്റ് അല്ലേ. ദാ ആംഗിൾ എ ഈക്വൽ ടു, സോറിടാ കാണുന്നുണ്ടോ, ആംഗിൾ എ ഈക്വൽ ടു ഒന്ന് റീഅറേഞ്ച് ചെയ്തു അല്ലെ, 180 മൈനസ് എക്സ്, ദാ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് എക്സ് മൈനസ് 180 പ്ലസ് വൈ. സെറ്റ് അല്ലേ. ദാ ഇനി എങ്ങനെ വരും, ദാ ഇതും കട്ടായി പോവും, ഇതും കട്ടായി പോവും. ഇനി എന്ത് വരും, മൈനസ് എക്സ് പ്ലസ് വൈ മാത്രമേ ഉള്ളൂ നമുക്ക് അല്ലെ. മൈനസ് എക്സ് പ്ലസ് വൈ, ഇതൊന്ന് മൈനസ് എക്സ് പ്ലസ് വൈ എന്നുള്ളത് എന്താണ്, ഒന്ന് അറേഞ്ച് ചെയ്തപ്പോ നമുക്ക് y മൈനസ് എക്സ്, y മൈനസ് എക്സ്. സോ ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് എന്താടാ, y മൈനസ് എക്സ്. സെറ്റ് അല്ലേ. അതല്ലേ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നേ. സെറ്റ് അല്ലേ മക്കളെ. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ന് വെച്ചാൽ തോന്നിയ പോലെയല്ല, എന്താ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ച പോലെ നിങ്ങളുടെ ഒരു ഇതിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ. ഇനിയോ ആംഗിൾ പി എ ക്യു, ആംഗിൾ പി എ ക്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഈ ഒരു ട്രയാംഗിൾ അല്ലെ, പി എ ക്യൂ എന്ന് പറയുന്നത്. ആംഗിൾ പി എ സി പ്ലസ് ആംഗിൾ സി എ ക്യൂ ആണ്. പി എ സി ഇതാ, പി എ സി, പി എ സി നമുക്കറിയാം എക്സ്, പി എ സിക്ക് നമ്മൾ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് ആംഗിൾ സി എ ക്യൂ, സി എ ക്യൂ, സി എ ക്യൂ എവിടെടാ, അതാ അവിടെ, സി എ ക്യൂ. ദാ ബി എ സി നമ്മളതാ y മൈനസ് എക്സ്, ബി എസ് സി എന്താണ്, നമ്മൾ y മൈനസ് എക്സ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ആംഗിൾ ബി എ ക്യൂ ഈക്വൽ ടു ആംഗിൾ ക്യു എ സി ആണ് നമുക്ക് അറിയാം. സോ നമുക്ക് എങ്ങനെ കിട്ടും, y മൈനസ് എക്സ് ബൈ 2 എന്ന് കിട്ടും. എങ്ങനെ കിട്ടും, y മൈനസ് എക്സ് ബൈ 2. ഇതാ നമ്മൾ അങ്ങനെ എടുത്ത് ഇവിടെ കൊടുത്തു. എന്താണ്, എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ബൈ 2. ഓക്കെ, സോ മക്കളെ ദാ 2x പ്ലസ് y മൈനസ് എക്സ് ബൈ 2 എന്ന് വരും. സോ എക്സ് പ്ലസ് വൈ ബൈ 2. സെറ്റ് അല്ലേ. ദാ എക്സ് പ്ലസ് വൈ ബൈ 2. സെറ്റിലെ മക്കളെ അവസാനം കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തും. സോ നമുക്ക് എന്താ, y പ്ലസ് എക്സ് ബൈ 2 എന്ന്, ദാ ഇതന്നെയല്ലേ ഇത്, y പ്ലസ് എക്സ് ബൈ 2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സെറ്റിലെ മക്കളെ. സോ നമ്മുടെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനും എന്താണ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് മാത്രമല്ലേ മക്കളെ ഈ ചാപ്റ്ററിലുള്ളൂ. ദാ എന്തൊക്കെയാ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചേ, മിസ് ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് പറയാം. ദാ എന്താണ്, ദാ നമുക്ക് സർക്കിളിന് ഡയമീറ്റർ ഉണ്ട്, റേഡിയസ് ഉണ്ട്, കോഡ് വരയ്ക്കാം, ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്താണ് പഠിച്ചത്, ടാൻജന്റ് അല്ലേ. ടാൻജന്റും നമ്മുടെ ഡയമീറ്ററും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 90 ഡിഗ്രി ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. 90 ഡിഗ്രി. ദാ ഈ ഒരു ഫോം ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ നമുക്ക് ഇവിടെ ദാ ഈ ഒരു എപിയുടെ ലെങ്ത് PT യൂസ് ചെയ്തിട്ട് അല്ലെ, പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെന്താ നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചത്, ദാ ഈ ഒരു ആംഗിള്
എക്സ് ആണെങ്കിൽ നമ്മുടെ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ടോ മക്കളെ? നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോഴും പഠിച്ചു അല്ലേ? ഓക്കെ, 180 മൈനസ് എക്സ് ആയിരിക്കും. സോ നോക്കാം, ഇത് എന്താണ്? ഒരു കോഡിലാറ്ററലാണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ? ചതുർഭുജം. ഓക്കെ, ചതുർഭുജമാണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. സോ ഇതെന്താണ്? സൈക്ലിക് ആണ്. ഇതെന്താണ് മക്കളെ? സൈക്ലിക് ആണ്. കാരണം എന്താ? നമുക്ക് ഈ പോയിന്റ്സ് തമ്മിൽ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സർക്കിള് വരയ്ക്കാൻ സാധിക്കും. ഇതിന്റെ കണ്ടീഷൻ എന്താ മക്കളെ? കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? 180 ഡിഗ്രി ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മക്കളെ. ഇങ്ങനെ നമ്മൾ ഒരു ഇക്വലാറ്ററൽ ട്രയാംഗിൾ ഫോം ചെയ്യാൻ പഠിച്ചു അല്ലേ? മൊത്തം 180 മൈനസ് 60 ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇന്നർ ആംഗിൾ കിട്ടും. ദെൻ അതിന്റെ റേഡിയസ് തമ്മിലുള്ള റേഡിയസിന്റെ എൻഡ് പോയിന്റ്സ് കൂടെ നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. സോ അത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇക്വലാറ്ററൽ ട്രയാംഗിൾ കിട്ടും. ഇതും അതേപോലെ തന്നെ. ദെൻ പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ പഠിച്ചത്? നമ്മുടെ എ പി ഈക്വൽ ടു എന്താണ്? ബി പി ആണ്. എ പി ഈക്വൽ ടു എന്താണ്? ബി പി ആണ്. സോ അതെന്തായിരിക്കും മക്കളെ? ഒരു ഐസോസിലസ് ട്രയാംഗിൾ, രണ്ട് സൈഡും ഈക്വൽ ആണ് അല്ലേ? മക്കളെ ഇത് എക്സ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ സെന്റർ വന്നപ്പോ എന്ത് വന്നു? 2x. നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന ആംഗിൾസ് ആൻഡ് സർക്കിൾസ് അല്ലേ? രണ്ടാമത്തെ ചാപ്റ്ററിൽ 2x. സോ അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്താണ് മക്കളെ? ഇത് 2x. അങ്ങനെയാണെങ്കിൽ 180 മൈനസ് 2x. ഓക്കെ ഓക്കെ മക്കളെ, ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. എന്താണ്? പി എ ഇൻറ്റു പി ബി അല്ലെ? പി എ ഇൻറ്റു പി ബി മാറിപ്പോവരുത്. ഓക്കെ, പി എ ഇൻറ്റു പി ബി ആണ് കേട്ടോ, ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അത് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു. ദെൻ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. മക്കളെ അത് വെച്ചിട്ട് നമ്മൾ കുറെ പ്രോബ്ലംസ് ചെയ്തു. ഫൈനൽ നമ്മുടെ കൺസ്ട്രക്ഷൻ ചെയ്തു. ആൻഡ് ലാസ്റ്റ് നമ്മളെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നമ്മുടെ ചാപ്റ്റർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് മക്കളെ. മക്കളെ നമ്മുടെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് തൂത്ത് പറക്കി പഠിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മുടെ ആ ടെക്സ്റ്റിന്റെ ഉള്ളില് ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഓക്കെ, സോ മക്കളെ എന്ത് ചെയ്യാ? മിസ്സിന്റെ ഈ വീഡിയോ കാണുക. വീഡിയോയിലെ എല്ലാ ടോപ്പിക്സും എന്ത് ചെയ്യുക? ഇപ്പൊ മിസ് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യുക? ഒരു പേനയും പേപ്പർ എടുക്കുക, മിസ്സിൻ്റെതായി വീഡിയോ ഓൺ ആക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? എഴുതുക. വരയ്ക്കാനുള്ള എന്ത് ചെയ്യുക? വരച്ച് 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 പഠിക്കുക. ഇതായി പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക? ഒരു 3 to 4 ടൈംസ് എന്ത് ചെയ്യുക? എഴുതി 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 പഠിക്കുക. സെറ്റല്ലേ മക്കളെ? സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു വീഡിയോയില് മിസ് അടുത്ത ചാപ്റ്റർ സെറ്റ് ആക്കാനായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. സോ മക്കളെ നമ്മുടെ ഇഗ്നൈറ്റ് വൺ ഷോട്ട് വീഡിയോ സീരീസിൽ ഇപ്പോ ഒട്ടുമിക്ക ചാപ്റ്റേഴ്സും മിസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ എല്ലാ മക്കളും എന്ത് ചെയ്യുക? നമ്മുടെ അവബോധ ലേണിംഗിൽ കയറിയിട്ട് നോക്കുക. എല്ലാ വീഡിയോസും എന്ത് ചെയ്യുക? നോക്കിയാൽ മാത്രം മതിയോ? പഠിക്കുക, പ്ലസ് ലൈവ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഇതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക, നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, സെറ്റല്ലേ മക്കളെ? സോ എല്ലാവരും എന്ത് ചെയ്യുക? വളരെ വൃത്തിയായിട്ട് എല്ലാ ടോപ്പിക്സും പഠിക്കുക. മിസ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സെറ്റല്ലേ മക്കളെ? സോ അടുത്ത ക്ലാസ്സിൽ മിസ് അടുത്ത ടോപ്പിക് അടുത്ത ചാപ്റ്റർ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ ബൈ മക്കളെ, ടേക്ക് കെയർ.